മാങ്ങാക്കറി വെക്കാനായിട്ട് ഞാൻ അച്ചാറിനെടുത്ത മാങ്ങയുടെ ഈ മാങ്ങാണ്ടിക്കകത്തുള്ള മാംസമൊക്കെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എടുത്ത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ തോരൻ വെക്കുന്നത് ക്യാപ്സിക്കം തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആ ക്യാപ്സിക്കത്തിലെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് കുറച്ച് സവാള ആദ്യം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം സവാള വഴന്നു വന്നുകൊണ്ടെങ്കിൽ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചിക്കൻ ഇളക്കിയില്ല, അതൊന്ന് ചൂടായപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വിട്ട് വരാൻ തുടങ്ങിയാണ് ഇളക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാങ്ങാക്കറി ഒന്ന് തിളച്ച് ഇത്തിരി ഒന്ന് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ലാസ്റ്റ് കടുകൂടെ വറുത്ത് ചേർക്കണം. ഇപ്പം നമ്മുടെ മാങ്ങാക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും നന്നായി ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.